2025 മാർച്ചിലെ SSLC THSLC പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലയിലുമായി 3072 സെന്ററുകളിലായി 4,27,020 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLC പ്രൈമറി വിഭാഗത്തിൽ 74 പേർ പരീക്ഷ എഴുതി. കേരളത്തിലെ 48 സെന്ററുകളിലായി 3057 വിദ്യാർത്ഥികൾ THSLC പരീക്ഷ എഴുതി. കേരള കലാമണ്ഡലത്തിൽ 66 വിദ്യാർത്ഥികൾ AHSLC പരീക്ഷ എഴുതി. 2025 മാർച്ച് 3 മുതൽ മാർച്ച് 26 വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 72 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു. ആകെ 9,851 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത്. തുടർന്ന് പരീക്ഷാഫലം പ്രോസസിംഗ് നടപടികൾ പൂർത്തിയായി ഫലം പ്രഖ്യാപിക്കുകയാണ്. പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പരീക്ഷാ കമ്മീഷനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ അനുമോദനങ്ങൾ നേരുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് 4 മണി മുതൽ പരീക്ഷാ ഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ഇക്കൊല്ലം വിദ്യാർത്ഥികളുടെ സൗകര്യം മാനിച്ച് SSLC പരീക്ഷാഫലം ഡിജി ലോക്കറിലും ലഭ്യമായിട്ടുണ്ട്. SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,020. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,24,583. വിജയശതമാനം 99.5. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.69. കുറവ് 0.19%. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 61,449. കഴിഞ്ഞ വർഷത്തെ എണ്ണം 71,831. 10,382 വ്യത്യാസം കാണാം. SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 68. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 46. വിജയശതമാനം 67.65. SSLC പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 6. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4. വിജയശതമാനം 66.67. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ 99.87%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം 98.59%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ലകൾ പാല, മാവേലിക്കര 100%. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ 98.28%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം 4,115 വിദ്യാർത്ഥികൾ. 4,115 4115.
കഴിഞ്ഞ വർഷം 4934 819 കുറവുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറവുണ്ട്. ഗൾഫ് സെന്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 7. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 681. ഉന്നത വിദ്യാഭ്യാസത്തിൽ യോഗ്യത നേടിയവർ 675. വിജയശതമാനം 99.12%. 4 ഗൾഫ് സെന്ററുകൾ 100% വിജയം നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപ് സെന്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 9. എന്തോ തിരുവനന്തപുരം ക്ലിയറാ? ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 428. വിജയശതമാനം 95.75%. ലക്ഷദ്വീപിലെ 4 സെന്ററുകളിൽ 100% വിജയം നേടിയിട്ടുണ്ട്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 447. നമ്മൾ ഇതിനിടയിൽ ഒരു സംശയം വന്നതിൻ്റെ ഇടയിലായിപ്പോയത്. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്ററുകൾ PKMM HSS എടരിക്കോട് മലപ്പുറം 2017 കുട്ടികൾ. വിജയിച്ച കുട്ടികളുടെ എണ്ണം 2013. വിജയശതമാനം 99.8%. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 299. ഏറ്റവും കുറവ് കുട്ടിയുടെ പരീക്ഷ എഴുതിയ സെന്റർ സെന്റ് ജോസഫ് സ്കൂൾ പെരട്ട കണ്ണൂർ 1 വിദ്യാർത്ഥി. ഇനി ഒന്നുകൂടെ ഉണ്ട്. തിരുവനന്തപുരം ഫോർട്ട് HS-ൽ 1 കുട്ടിയാണ് പരീക്ഷ എഴുതിയത്. അതേപോലെ സംസ്കൃതം. ഇതില് സെന്റ് ജോസഫ് സ്കൂൾ പെരട്ടയിൽ അവിടെ 1ാം ക്ലാസ്സിൽ 32 കുട്ടികളുണ്ട് ഇപ്പോൾ പഠിക്കുന്നത്. 2ാം ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. 3ാം ക്ലാസ്സിൽ 15 കുട്ടികളുണ്ട്. 4ാം ക്ലാസ്സിൽ 34 കുട്ടികളുണ്ട്. 5ാം ക്ലാസ്സിൽ 24 കുട്ടികളുണ്ട്. 6ാം ക്ലാസ്സിൽ 21 കുട്ടികളുണ്ട്. 7ാം ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്. 8ാം ക്ലാസ്സിൽ 21 കുട്ടികളുണ്ട്. 9ാം ക്ലാസ്സിൽ ഇപ്പോൾ 19 കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിൽ 1 കുട്ടി. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അത് പരിശോധിക്കുന്നുണ്ട്. ഫോർട്ട് സ്കൂളിലാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ 3 കുട്ടികൾ. സംസ്കൃതം അറിയാമല്ലോ തിരുവനന്തപുരത്താർക്ക്. 6ാം ക്ലാസ്സിൽ 3 കുട്ടികൾ. 7ാം ക്ലാസ്സിൽ 4 കുട്ടികൾ. 8ാം ക്ലാസ്സിൽ 5 കുട്ടികൾ. 9ാം ക്ലാസ്സിൽ 5 കുട്ടികൾ. 10ാം ക്ലാസ്സിൽ 1 കുട്ടി. ആകെ സ്കൂളിൽ 21 കുട്ടികൾ. ഇല്ല, ഞാനിപ്പോൾ ഇതിനെ രണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവസാനം ഞാൻ പറയാം. THSLC പരീക്ഷ മാർച്ച് 2025. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 48. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 3055. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 3039. വിജയശതമാനം 99.48%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 429. SSLC HI പരീക്ഷ മാർച്ച് 2025. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 29. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 207. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 206. വിജയശതമാനം 99.51. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 31.
THSLC HI പരീക്ഷ മാർച്ച്. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 2. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 12. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 12. വിജയം 100%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളില്ല. AHSLC പരീക്ഷ മാർച്ച് 2025. സ്കൂളിന്റെ പേര് കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, വള്ളത്തോൾ നഗർ, ചെറുതുരുത്തി, തൃശൂർ. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 66. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 66. വിജയം 100%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇല്ല. മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ വിവരം. സർക്കാർ സ്കൂൾ 856, എയ്ഡഡ് സ്കൂൾ 1034, അൺഎയ്ഡഡ് സ്കൂൾ 441. ആകെ 2331 സ്കൂളുകൾ 100% വിജയം നേടി. 2331 സ്കൂളുകളാണ് 100% വിജയം നേടിയത്. ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി 100% വിജയം നേടിയ സ്കൂളുകൾ. സർക്കാർ സ്കൂളുകൾ GB HSS തിരൂർ 728 കുട്ടികൾ. എയ്ഡഡ് സ്കൂള് AKN HSS കോട്ടൂർ 1455 കുട്ടികൾ. അൺഎയ്ഡഡ് സ്കൂള് നോക്കുമ്പോൾ സെന്റ് ജോസഫ് മോഡൽ HSS കുരിയച്ചിറ 242 കുട്ടികൾ.